ഹായ്. അപ്പോൾ മോൻ ഇപ്പോൾ സ്കൂൾ വിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ പപ്പടം ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പടം ഉണ്ടാക്കാമെന്ന്. സാധാരണ ചേച്ചിയാണ് ഈ വക പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായൊക്കെ കട്ട പിടിച്ച് തുടങ്ങി അപ്പോൾ കുത്തി പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും മോൻ വന്നിട്ട് എന്തമ്മ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. ലൂസും അല്ല എന്നാൽ കട്ടിയില്ലാത്തൊരു കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു പപ്പടം എടുക്കുക, എന്നിട്ട് സൈഡ് നനയ്ക്കുക, എന്നിട്ട് ഇതുപോലെ മടക്കുക, എന്നിട്ട് വാവിൽ പൊക്കിയിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ പൊന്തി വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പണി പാളിയെന്ന്. പക്ഷേ സെക്കൻഡ് ട്രിപ്പൊക്കെ നന്നായി മൂത്ത് വരണം, അല്ലെങ്കിൽ ഇങ്ങനെ തളർന്ന് കിടക്കും, ഒട്ടിക്കിടക്കും കേട്ടോ, പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കില്ല അതുപോലെ. പക്ഷേ സംഭവം പൊളിയായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി വലുത് ഉണ്ടാക്കാമെന്ന്. അതുപോലെ വലുതും ഉണ്ടാക്കി, എന്തായാലും അത് സക്സസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.